ഹിന്ദി സിനിമയിലെ സംഭാഷണത്തിൽ നിന്നുള്ള പല ഡയലോഗുകളും എടുത്തുകൊണ്ട് സ്പോക്കൺ ഹിന്ദി മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ്. ആദ്യം തന്നെ പറഞ്ഞത് ഒരു ഡയലോഗാണ്, മാഫ് കർണ. മാഫ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഫ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കൂ എന്നുള്ളതാണ്. മാഫ് കർണ, മാഫ് കർണ സാർ, മാഫ് കർണ സാഹബ് അങ്ങനെയും പറയും. മാഫ് കീജിയെ, മാഫ് കീജിയെ എന്നും പറയും. മാഫ് കീജിയെ, എന്നോട് ക്ഷമിച്ചാലും മാഫ് കീജിയെ, മാഫ് കർണ. രണ്ടാമത്തെ നോക്കൂ, ഹംനെ തുംസെ ഝൂട്ട് ബോല. ഝൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളവ്, നുണ, അതൊക്കെയാണ് ഝൂട്ട്. ബോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു. അരേ ബോല ക്യാ, എന്താ പറഞ്ഞത് എന്നുള്ളത്. ബോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്നുള്ളത്. ഝൂട്ട് ബോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറഞ്ഞു. ഹംനെ തുംസെ, ഞങ്ങൾ നിങ്ങളോട്. ഹംനെ എന്ന് പറയുന്നാലോ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയാണ് മറ്റേ ഒരു വ്യക്തിയോട് പറയുന്നത്. ഞാൻ നിന്നോട് എന്ന് പറയുന്നതിന് പകരം ഹംനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹംനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നുള്ളതാണ് വരുന്നത്. പക്ഷേങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരാളെ ഏകവചനത്തിൽ മേനെ എന്ന് പറഞ്ഞാൽ മതി ഒരാൾ എന്നുള്ളത്. പക്ഷേങ്കിൽ ഹംനെ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതുപോലെ ഹിന്ദിക്കാർ പറയുന്നത് കൊണ്ട് നമുക്കും പറയാം, എടാ നമ്മളും നിങ്ങളോട് കളവ് നമ്മളും നിങ്ങളോട് കളവ് പറഞ്ഞു. ഹംനെ തുംസെ ഝൂട്ട് ബോല, നിങ്ങളോട് കളവ് പറഞ്ഞു. ഹംനെ ഞങ്ങൾ, തുംസെ നിങ്ങളോട്, ഝൂട്ട് ബോല കളവ് പറഞ്ഞു. പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഹംനേൻ്റെ ഉപയോഗം മനസ്സിലായോ? ഹംനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഒരാളാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾ എന്നുള്ള ഹരേ അമിതാഭ് ബച്ചനക്കാരൻ്റെ സ്ഥിരം ഹംനെ എന്ന് പറയുക. അരേ ഹംനെ ക്യാ ബോല സാബ്, ഹംനെ ഹംനെ എന്നാണ് പറയുക ചില ആൾക്കാരൊക്കെ. നമ്മൾ എന്നുള്ളതിന്, ഞാൻ എന്നുള്ളതിന് നമ്മൾ എന്നാക്കിയിട്ട് പറയും. അത് കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ, പർ തുമ്നെ ബി തോ ഹംസെ സച്നെ ഹി ബോലാനാ. ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞു. പെർ എന്നാൽ, അല്ലെങ്കിൽ പക്ഷേ, എന്നാൽ, തുമ്നെ ഭീ തോ നിങ്ങളും കൂടി, ഭീ തോ, ഭീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്നെ ഭീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും, തുമ്നെ എന്നല്ല തുമ്നെ ഭീ, ഭീ എന്ന് വരുന്നതോട് കൂടി നിങ്ങളും, തുമ്നെ ഭീ തോ. അപ്പോൾ എന്ത് പറഞ്ഞു? ഹംസെ ഞങ്ങളോട്, സച്ച് നെഹി ബോലാന, സച്ച് ബോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറഞ്ഞു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു. സച്ച് നെഹി ബോലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളും ഞങ്ങളോട് കളവ് പറഞ്ഞില്ല, സത്യം പറഞ്ഞില്ല. സച്ച് ബോൽന, ഝൂട്ട് മത് ബോൽന. ഝൂട്ട് മത് ബോൽന കേട്ടിട്ടില്ലേ? ഝൂട്ട് മത് ബോൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറയരുത്, കളവ് പറയരുത്. ഝൂട്ട് മത് ബോൽന, സച്ച് ബോൽന ബൈ, സച്ച് ബോലോ, സത്യം പറയൂ. സച്ച് സച്ച് ബത്താവോ, സത്യമായിട്ട് പറയൂ. അതൊക്കെ പഴയ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. സച്ച് സച്ച് ബത്താവോ എന്നൊക്കെയുള്ള ഏതോ ഒരു ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചനോ ആരോ എന്ന് പറയുന്നതാണ് സച്ച് സച്ച് ബത്താവോ. അപ്പോൾ പെർ തുമ്നെ ബി തോ, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് കളവ് പറഞ്ഞു. എന്നാൽ നിങ്ങളും ഞങ്ങളോട് സത്യം പറഞ്ഞിട്ടില്ലല്ലോ, കളവന്നല്ലേ പറഞ്ഞത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ, ടീ കഹ തുമ്നെ. ടീ കഹ കറക്റ്റാണ് പറഞ്ഞത്. ടീക്ക്, ടീക്ക് ടിക് ടിക് ടാക്ക്, ടീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ് എന്നുള്ളതാണ്. ടീ കഹ തുമ്നെ, നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്, നിങ്ങൾ വളരെ ശരിയാണ് പറഞ്ഞത്. ടീ കഹ തുമ്നെ, കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത്. ടീ കഹ തുമ്നെ, നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്. നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്. പിന്നെ അടുത്ത നോക്കൂ, ഒരു ഹിന്ദി സിനിമയിലുള്ള, ആ സിനിമയിൽ തന്നെയുള്ള പല പല ഡയലോഗുകളാണ് എഴുതിയത്. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത് നോക്കൂ, സാംനെ മുംബൈ ഷഹർ ഇത്തനെ നസ്ദീഖ്. സാംനെ മുംബൈ ഷഹർ എന്താണ്? ഞാനിങ്ങനെ നടന്നു പോകുന്ന എൻ്റെ മുമ്പിൽ, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതാ മുന്നിലതാ മുംബൈ നഗരം വളരെ അടുത്ത് തന്നെ. അപ്പോൾ മുന്നിൽ നിന്നാണ് സാംനെ. മുംബൈ ഷഹർ, മുംബൈ പട്ടണം, ഷഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണം. ഇത്തനെ നസ്ദീക്ക്, ഇത്രയും അടുത്ത്. നസ്ദീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്നുള്ളതാണ്. അപ്പം ഈ നസ്ദീക്ക് ഇത് വളരെ വളരെ അടുത്താണ് എന്നുള്ളതാണ്. നസ്ദീക്ക് അടുത്ത്. ഇത്തനെ നസ്ദീക്ക്, അതൊരു എന്താ പറയുക, ഇത്രയും അത്രയും ഇത്രയും എന്നൊക്കെ പറയുന്നത്. വളരെ ഇത്രയും അടുത്ത്. സാംനെ, മേരെ സാംനെ, എൻ്റെ മുമ്പിൽ. മുംബൈ ഷഹർ, മുംബൈ പട്ടണം. ഇത്തനെ നസ്ദീക്ക്, ഇത്രയും അടുത്ത്. പറഞ്ഞാൽ മനസ്സിലായോ? അടുത്തയിലേക്ക് പോട്ടെ. ഓക്കെ. ഇനി അടുത്ത എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. അടുത്ത എഴുതിയിരിക്കുന്നത്, ഹംനെ സുനാ ഹെ കി ഇധർ ഏക് മാസ്റ്റർ രഹ്താ ഹെ. हमने सुना है कि
ഇധർ ഏക്ക് മാസ്റ്റർ രഹ്താ ഹെ ഹംനെ നമ്മൾ സുനാ ഹെ കേട്ടിട്ടുണ്ട്. എന്താണ് കി എന്തെന്നാൽ ഇധർ ഇവിടെ, ഉദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നാണ്, ഇധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, ഇധർ ഇവിടെ, ഏക്ക് ഒരു മാസ്റ്റർ, അത് മാസ്റ്റർ ടീച്ചർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, മാസ്റ്റർ രഹ്താഹെ, രഹ്താഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുന്നുണ്ട്, താമസിക്കുന്നു, താമസിക്കുന്നു, ഒരു മാസ്റ്റർ ഇവിടെ താമസിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുണ്ടകളാണേ, വലിയ ഗുണ്ടകളെ സംസാരമാണ്. സിനിമൻ്റെ പേരൊന്നും പറയുന്നില്ല, സിനിമൻ്റെ പേര് അറിയുന്ന പോലെ പറഞ്ഞോ. ഹംനെ സുനാഹേക്ക് സിനിമ എടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഹിന്ദിക്കാർ പറയുന്ന പോലെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, വേറൊന്നല്ല. ഹംനെ സുനാഹേക്ക് ഇതറേക്ക് മാസ്റ്റർ രഹ്താ ഹെ, ഒരു മാസ്റ്റർ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന്, ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന്, ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അഗർ ഏസാ ഹോഗയാ, അപ്പോൾ മാസ്റ്റർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അഗർ ഏസാ ഹോഗയാ, അങ്ങനെ സംഭവിച്ചാൽ, ഇഫ് ദാറ്റ് ഹാപ്പൻസ്, അഗർ ഏസാ ഹോഗയാ, അങ്ങനെ സംഭവിച്ചാൽ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിറകിൽ ഇങ്ങനെയും കൂടി സംഭവിച്ചാൽ, അഗർ ഒരു അഗർ ഈഫ് ഏസാ ഇപ്രകാരം ഹോഗയാ സംഭവിച്ചാൽ, അഗർ ഏസാ സംഭവിച്ചാൽ, അപ്പോൾ അഗർ ഈഫ് ദാറ്റ് ഹാപ്പൻസ്, അതായത് ലൈക്ക് ദിസ്, ഇഫ് അഗർ ഏസാ ഹോഗയാ, ഇപ്രകാരം സംഭവിച്ചാൽ, മേ ഏക് ബാർ ഓർ ആയേഗ ആപ്കോ ദേഖ്നെ കെ ലിയെ, അതുകൊണ്ട് മാസ്റ്ററിനോട് പ്രത്യേകം പറഞ്ഞേക്ക് ആ കളിയൊന്നും കളിക്കണ്ട, ആ കളി കളിച്ചിട്ട് അഗർ ഏസ അപ്രകാരം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചാൽ, മേ ഏക് ബാർ, ഏക് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി, ഒരിക്കൽ എന്നുള്ളതാണ്, ഒരിക്കൽ കൂടി, ഏക് ബാർ, മേ ഏക് ബാർ ഓർ കൂടി, ഓർ വീണ്ടും എന്നുള്ള അർത്ഥമാണ്. ഏക് ബാർ ഓർ ആയേഗ, ഞാൻ ഒരിക്കൽ കൂടി ഇവിടത്തേക്ക് വരും, ആയേഗ വരും. എന്തിനാ വരുന്നത്? ആപ്കോ ദേഖ്നെ കെ ലിയെ, താങ്കളെ കാണാൻ വേണ്ടി, ആപ്കോ താങ്കളെ, ദേഖ്നെ കാണുവാൻ, കെ ലിയെ വേണ്ടി, ആപ്കോ ദേഖ്നെ കെ ലിയെ മേ ഏക് ബാർ ഓർ ആയേഗ. अगर मैं एक बार और आएगा तो अच्छा नहीं होगा, इसलिए आपको मैं अभी बोलता हूँ, अगर मास्टर जी को आप बोलो ऐसा मत करो, മാസ്റ്റർ ഇവിടെ താമസിക്കുന്നുണ്ട്, രഹ്താ ഹേ, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അഗർ ഏക് ബാർ ഏസാ ഹോഗയാനാ, അഗർ ഏസാ ഹോഗയാനാ, ഇപ്രകാരം സംഭവിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി നിന്നെ കാണാൻ വരും, അത് നിനക്ക് വലിയ സുഖമായിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ 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 ഒരുപാട് ഒരുപാട് ഹിന്ദി ഡയലോഗുകൾ, സിനിമയിൽ നിന്ന് വരുന്ന ഡയലോഗുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചേക്ക്, പരിചയക്കാരിലൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നേക്ക്. ഹിന്ദി പഠിച്ചോട്ടെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യ്, ഒരു വമ്പം വിജയമാക്ക്. ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്കിതൊക്കെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈവായിട്ട് വരും. ലൈവിൽ നമുക്ക് അടിച്ച് പൊളിക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നിർത്തട്ടെ. നന്ദി.